നിങ്ങൾ എന്തിനു പോന്നതാ? എന്തെങ്കിലും വിചാരിച്ച് ചാടിച്ച് പിരിയല സമ്പാദന? അതാ മനസ്സിലാക്കിയത്? ഇത് കുറച്ച് പരിക്കും. ഇത് കായക്കൊടിയും ജക്കരിയും നോക്കിയിട്ട് വരാതെ പോയതാ കേട്ടോ, ആ ബോധം. പിന്നെ മുജാഹിദുകൾക്ക് ആളിങ്ങനെ കൂടുകയാണ്. അല്ല, അപ്പൊ കായക്കൊടിയൊക്കെ യഥാർത്ഥം ചെയ്തപ്പോ ചങ്ങാതിമാരെ, നിങ്ങളെ ഏഴാം സമ്മേളനം സങ്കരംകുളത്ത് നടന്നു. 8ാം സമ്മേളനം അഴിഞ്ഞിലമ്പാടത്ത് കോഴിക്കോട്ട്. 2 സമ്മേളനത്തിന്റെ ഡിഫറൻസ് നിങ്ങൾക്കറിയോ? 2ാം സമ്മേളനം നടക്കുമ്പോ 52 പ്രഭാഷകർ ഔട്ടാ. നിങ്ങൾ ഇതിന് ആള് കൂടുന്നു. അതെ, അവരോട് നിങ്ങളോടാ പറഞ്ഞേ. അപ്പൊ അവര് പുറത്തുപോയി, ഭൂരിപക്ഷം പുറത്ത്. പോകാൻ വരിക പരിങ്ങള്. AP അബ്ദുൽ ഖാദർ മൊഴി അകത്തോ പുറത്താല് മുജാഹിദാണോ? നിങ്ങൾ പറയണം നിങ്ങൾ. TP മുജാഹിദാണോ? 52 അല്ലാത്തൊക്കെ പുറത്താ. എവിടുന്നാടോ? എന്തിനാ കളിക്കണം മോനെ? ചോദിക്കട്ടെ, പറയണ. അനീഫ മുജാഹിദാണോ? അല്ലേ? മൂവാറ്റുപോയ സംവാദം കൊണ്ടല്ലേ? മടവൂരികളാദ്യം പോയി, പിന്നെ ബാക്കിയും പോയി. പോകലല്ലേ പണി? അതല്ലേ ബാലുശ്ശേരി ചോദിച്ചത്. KNM സംഘടന വന്നതിന്റെ ശേഷം ഏറ്റവും കൂടുതൽ സർക്കുലർ ഇറക്കിയത് പുറത്താക്കാൻ വേണ്ടിയാണ്. ഇപ്പെങ്കിലും ഒന്ന് കേട്ടു, നിങ്ങൾക്ക് പുറത്താക്കാൻ വേണ്ടിയാണ് നിങ്ങളെ സംഘടന ഉള്ളത് എന്നാ. പിന്നെ പ്രാർത്ഥന. തോഹ സാഹിബേ, പിന്നെ സനത് ഞാൻ പറയട്ടെ, നിങ്ങളെ ഉസൂലെന്താ പഠിച്ചോ? സനത് നോക്കണ്ട, അതിൽ ശിർക്കില്ല. അതാ നിങ്ങളെ വാദം. അതാ നിങ്ങളോട് എനിക്കുള്ള സ്നേഹം പണ്ടുണ്ടായില്ല. പോവാണിപ്പോ. ശരിക്കും മനസ്സിലായിക്കോ, പഠിച്ചോ. ജക്കരിയ എന്താ പറഞ്ഞത്? യായിബാദയില് ലൈഫാണോ ശിർക്കാന്നുള്ളതല്ല വിഷയം. അതിൽ ശിർക്കില്ല. ഞങ്ങൾ പറയുന്ന ഇമാം റാജിയെ എടുത്തുത്തെറിക്കുന്നു. സിദ്ദീഖ് ഞങ്ങളെ ജനാസ വെച്ചിട്ട് റസൂലുള്ളാഹിനെ വിളിച്ചു ചോദിക്കുന്നു, നബിയേ, സിദ്ദീഖ് ഞങ്ങളെ ജനാസയാണ് ഇവിടെ മറവ് ചെയ്യട്ടെ. ഇത് ശിർക്കല്ല. എന്ത് പറയാൻ നിങ്ങൾക്ക്? ഇസ്തിയാദ് ഇവർക്കും തങ്ങളെ ഇന്തതും തിരിഞ്ഞിട്ടില്ലേ? ഉമ്മു കുൽസൂം പറഞ്ഞില്ലേ, ഞാൻ അവിടെ പോയി ഇസ്തിയാദ് ചെയ്യും. അത് ശിർക്കല്ല. ഇത് ശിർക്കല്ല. ഇമാമിങ്ങളെ ഇസ്തിയാദ് ചെയ്തവരാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്റ്റെപ്പ് കൂടി പോരെ ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാം. കറക്റ്റ്. ഇമാമിങ്ങൾ ശിർക്ക് ചെയ്യൂലെങ്കിൽ മക്കളെ, ഇമാമിങ്ങൾ ചേർത്ത് പോയവരാണ്, അത് പ്രചരിപ്പിച്ചവരാണ്. ഇമാം റാജിയുടെ തഫ്സീർ ഇനി ഇഷ്ടം പോലെ കിതാബ് വേണമെങ്കിൽ വരാ. പറയാന്ന് മുമ്പ് പറഞ്ഞല്ലോ, അനുമതിയായല്ലോ. അതുകൊണ്ട് പ്രാർത്ഥന പഠിച്ചോ. എഴുത്തിഖാദു ശരീക്ക് ഫിൽ ഉലൂഹിയ്യത്തി വഖവാസിഹ, അതാ ശിർക്ക്. ഇനിയെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചോ. അല്ലാഹു അല്ലാത്ത ആരാധ്യനുണ്ടെന്നോ, അല്ലാഹുവിനെ പോലെ മറ്റൊരാളുണ്ടെന്നോ വിശ്വസിക്കാനോ ശിർക്ക്. ശറഉൽ മഖാസിദ് എടുത്ത് പഠിച്ചു വരൂ. എന്നിട്ട് ഇമാമിങ്ങളുടെ പേരിൽ ഉപരി നേരത്തെ പറഞ്ഞല്ലോ, ചായ കുടിച്ചവനെ കള്ളു കുടിച്ചവനാക്കിയതുപോലെ നിങ്ങളെ തൗഹീദ് പൊളിഞ്ഞു എന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് മിണ്ടാൻ കഴിഞ്ഞില്ല. ജനങ്ങളെ അറിഞ്ഞോളൂ, ഇവർ പറഞ്ഞത് ഞങ്ങൾ സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ എഴുതി വാദം. ഞങ്ങളൊരു വാദം പറഞ്ഞിട്ട് നിങ്ങളെ തൗഹീദ് പൊളിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇത്ര സമയമായിട്ട് ഈ വലിയ വൻതോക്കുകൾ വന്നിട്ട് എന്തേ നിങ്ങൾക്ക് ഈ ആ വാദത്തിനൊരു പ്രതിവാദം എഴുതാൻ കഴിഞ്ഞില്ലെങ്കിൽ പിരിച്ചു വിട്ടുകൂടണോ? അത് എന്തിനാണ് ഈ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ?